ഗുഡ് ഈവനിംഗ് ഡേയ്സ്, ഗുഡ് ഈവനിംഗ് ഇൻവെസ്റ്റേഴ്സ്, സിയാദ് ഇലിഗൽ. അങ്ങനെ ഇന്ന് നിഫ്റ്റി വീണ്ടും 300 പോയിന്റിൻ്റെ ഒരു റാലി. എല്ലാ സെക്ടേഴ്സിലും ഇന്ന് പോസിറ്റീവായിട്ടുള്ള ക്ലോസിങ്. മിഡ് ക്യാപ്പിൽ ഏകദേശം 60 കമ്പനീസ് പോസിറ്റീവായിട്ടുള്ള ക്ലോസിങ്. അപ്പോൾ ഇന്ന് എല്ലാ ആളുകളുടെയും പോർട്ട്ഫോളിയോയിൽ വലിയ മാറ്റങ്ങൾ, പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. സെൻസെക്സും ഏകദേശം ഒരു 1000 പോയിന്റിൻ്റെ അടുത്ത് റാലി രേഖപ്പെടുത്തി. ഇൻഡെക്സ് ഹെവി വെയിറ്റ് സ്റ്റോക്കുകൾ, എസ്പെഷ്യലി റിലയൻസ്, HDFC ബാങ്ക്, ICICI ബാങ്ക്, L&T, ആക്സിസ് ബാങ്ക്, ഇൻഫോസിസ്, TCS തുടങ്ങിയ കമ്പനീസെല്ലാം തന്നെ ഇന്ന് മികവ് പുലർത്തി. ഈ US നോക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടായ റീസെൻറ്റ് സെൽ ഓഫിൻ്റെ 50% റിക്കവറി രേഖപ്പെടുത്തി. ടാറ്റ മോട്ടേഴ്സ് ഉൾപ്പെടെ ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. അവരുടെ SUV സിയാറ ലോഞ്ച് ചെയ്യുന്ന ന്യൂസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. GMDCയും 9% ഒരു റാലി രേഖപ്പെടുത്തി. റയർ എർത്ത് മാഗ്നൈറ്റ്സിൻ്റെ എല്ലാം തന്നെ ഇൻസെൻറ്റീവ് ഗവൺമെൻറ് അപ്രൂവ് ചെയ്തു. MCX മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ഇവരും ഓൾ ടൈം ഹൈ ആണ്. ഇവരുടെ മാനേജിങ് ഡയറക്ടർ വോളിയം കൂടുമെന്നുള്ളൊരു പ്രസ്താവന ഉണ്ടായിരുന്നു. NCC ഇതൊക്കെ നമ്മൾ ന്യൂസിൽ ഡിസ്കസ് ചെയ്ത കാര്യമായിരുന്നു. കഴിഞ്ഞ ദിവസം പോസ്റ്റ് മാർക്കറ്റിലും ഇന്ന് രാവിലെ പ്രീ മാർക്കറ്റൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്ത കാര്യമാണ്. NCCയും അതുപോലെ തന്നെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. പുതിയൊരു ഓർഡർ കിട്ടി. നെഗറ്റീവായിട്ടുള്ളത് എയർടെല്ലായിരുന്നു. ഒരു ബ്ലോക്ക് ഡീൽ ഉണ്ടായിരുന്നു എയർടെലിൻ്റെ, അത് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമായിരുന്നു. അങ്ങനെ നിഫ്റ്റി ഇന്ന് ടോപ്പ് ഗെയിനേഴ്സ് നോക്കുകയാണെങ്കിൽ എസ്പെഷ്യലി സ്റ്റീൽ സെക്ടർ, JSW സ്റ്റീൽ, ബജാജ് ഫിൻസർവ്, HDFC ലൈഫ്, ബജാജ് ഫിനാൻസ്, ജിയോ ഫിനാൻസ് തുടങ്ങിയ കമ്പനീസ് 3.8 മുതൽ 2.39 വരെയുള്ള ശക്തമായ റാലി. എയർടെൽ, അദാനി എൻ്റർപ്രൈസസ്, SBI ലൈഫ്, ഏഷ്യൻ പെയിൻറ്റ് മാത്രമാണ് നെഗറ്റീവിൽ ക്ലോസ് ചെയ്തത്. എയർടെലിൻ്റെ ബ്ലോക്ക് ഡീലുകളും നമ്മൾ 2 ദിവസം മുമ്പ് ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ഏറ്റവും താഴെ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റും പ്ലസ് ആണ്. ഇന്ത്യ വിക്സ് ഏറ്റവും താഴേന്ന് കാണാം. വീണ്ടും ഫർദറായിട്ട് വിക്സ് ക്രാഷ് ചെയ്ത് 12. ജപ്പാൻ, കൊറിയ, ചൈന, ഓസ്ട്രേലിയൻ മാർക്കറ്റുകളെല്ലാം തന്നെ പോസിറ്റീവായിരുന്നു ഉണ്ടായിരുന്നത്. ഏറ്റവും ടോപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ ഫ്യൂച്ചർ +95 എന്ന നിലയിലാണ് ഉള്ളത്. അപ്പോൾ ഇന്ന് എങ്ങും പോസിറ്റിവിറ്റി. നിഫ്റ്റി അതിൻ്റെ ഓൾ ടൈം ഹൈയുടെ വളരെ അടുത്ത് എത്തിയൊരു കാഴ്ചയാണ് ഉള്ളത്. US നിന്നും പോസിറ്റീവായിട്ടുള്ള വാർത്തകളാണ് ആസ് ഓഫ് നൗ വരുന്നത്. അപ്പോൾ ആ ഒരു 26,000 താഴെ പോയ ഒരവസ്ഥയിൽ നിന്ന് ഇപ്പോൾ മൾട്ടിപ്പിൾ ടൈംസ് 26,000 മുകളിൽ നിഫ്റ്റിക്ക് ക്ലോസ് ചെയ്യാനായിട്ടൊക്കെ പറ്റിയിട്ടുണ്ട്. FISൻ്റെ ഭാഗത്തു നിന്ന് അത്ര പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. കാരണം നമ്മൾ കണ്ടു, കഴിഞ്ഞ ആഴ്ചയിൽ FIS 2 ദിവസം ബയേഴ്സായിരുന്നു. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ള സെല്ലിംഗ് പ്രഷറൊക്കെ താരതമ്യേന കുറഞ്ഞിട്ടുണ്ട്. നിഫ്റ്റി അങ്ങനെ ഓൾ ടൈം ഹൈ എത്തി നിൽക്കുകയാണ്. ബാങ്ക് നിഫ്റ്റിയും സെൻസെക്സും ഓൾ ടൈം ഹൈ എല്ലാം തന്നെ ഭേദിച്ച് നിൽക്കുകയാണ്. US മാർക്കറ്റ് ഓൾ ടൈം ഹൈ ഒക്കെ തന്നെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ട്രംപിൻ്റെ ഭാഗത്തുനിന്നുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ആ ഒരു ഫിയർ എല്ലാം തന്നെ മാർക്കറ്റ് ഓൾറെഡി ഡൈജസ്റ്റ് ആയ ഒരു അവസ്ഥയിൽ തന്നെയാണ് ഉള്ളത്. ഇനി കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്ക് പോകാം. ഈ വരുന്ന ശനിയാഴ്ചയും ഞായറാഴ്ചയും നമ്മുടെ കൊച്ചിയിൽ വെച്ച് പ്രാക്ടിക്കൽ സ്വിംഗ് കോഴ്സിൻ്റെയും പ്രാക്ടിക്കലി നടക്കുന്ന ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ കോഴ്സിൻ്റെയും ഓഫ്ലൈൻ ക്ലാസ് ഉണ്ട്. താല്പര്യമുള്ള ആളുകൾക്ക് ജോയിൻ ചെയ്യാം. ഒരു സ്റ്റോപ്പ് ലോസിൻ്റെ ചിലവിൽ നമുക്ക് പഠിക്കാം. ഫസ്റ്റ് കമൻറ്റിൽ നമ്പർ ഉണ്ട്, പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. മാപ്മൈ ഇന്ത്യ കമ്പനി സ്റ്റോക്കിൻ്റെ വാർത്തകളിലേക്ക് പോകുകയാണെങ്കിൽ സോഹോ ആയിട്ട് പുതിയ ഒരു പാർട്ണർഷിപ്പ് ഏർപ്പെട്ടു. സൈഡെഫ് ലൈൻസ് കമ്പനി ഇവിടെ പുതിയ മെഡിസിന്, ഓങ്കോളജി മെഡിസിന് അംഗീകാരം ലഭിച്ചു. ഹൈടെക് പൈപ്പ് കമ്പനി പുതിയ പ്ലാന്റ്, ഇവരുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി കമ്പനി ഉയർത്തുകയാണ്. പിഡലൈറ്റ് ഇൻഡസ്ട്രീസ് കമ്പനി ഫെവിക്കോളിൻ്റെ നിർമ്മാതാക്കളാണ്. അപ്പോൾ അവർ 51 മില്യൺ റുപ്പീസ് മാജിക് ഡക്കർ എന്ന് പറയുന്ന ഇപ്പോൾ വളരെയധികം ഫേമസ് ആയ കമ്പനിയാണ്. അപ്പോൾ അവരിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. ഇൻഫോ എഡ്ജ് കമ്പനി നമ്മുടെ നോക്കരിയുടെ എല്ലാം തന്നെ, ജീവൻ സാത്തിയുടെ എല്ലാം തന്നെ പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പ്. അപ്പോൾ അവർ 50 മില്യൺ റുപ്പീസ് സ്മാർട്ട് വെബ് എന്ന് പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനിയിലേക്ക് അവർ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുള്ള ന്യൂസ്. വിപ്രോ IT കമ്പനിയാണ്. അവർ ISE എന്ന് പറയുന്ന ഒരു കമ്പനിയായിട്ട് AI പ്രോഗ്രാംസ് എല്ലാം തന്നെ എൻഹാൻസ് ചെയ്യാനായിട്ട് കമ്പനി പണം നിക്ഷേപിക്കുന്നു. ടാറ്റ മോട്ടേഴ്സ് കമ്പനി സിയാറയുടെ ന്യൂസ് നമ്മൾ കണ്ടിരുന്നു. കൂടാതെ തന്നെ ഇവരുടെ ടാർജറ്റ് ബ്രോക്കറിംഗ് സ്ഥാപനങ്ങളും ഉയർത്തിയിട്ടുണ്ട്. ബജാജ് ഓട്ടോയും റിക്ഷ റിക്കി എന്ന് പറയുന്ന റിക്ഷ അവർ ലോഞ്ച് ചെയ്യുകയാണ് എന്നുള്ള ന്യൂസ് ഉണ്ട്. 149 കിലോമീറ്റർ റേഞ്ച് ഉണ്ടാവും. ബിഗ് ബ്ലോഗ് കൺസ്ട്രക്ഷൻ കമ്പനി ഇവർ എലമെൻറ്റ് പ്രൈവറ്റ് ലിമിറ്റഡായിട്ട് ഒരു പുതിയ എലമെൻറ്റ് പ്രൈവറ്റ് ലിമിറ്റഡായിട്ട് ഒരു മെർജ് ചെയ്തു എന്നുള്ള ന്യൂസ്. സ്റ്റോക്കൊക്കെ ഇന്ന് 15% റാലി രേഖപ്പെടുത്തി. ബെസ്റ്റ് അഗ്രോ ലൈഫ് കമ്പനി ഇവർ സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുകയാണ്. ബോണസ് ഷെയറും ഇഷ്യൂ ചെയ്യുന്നുണ്ട്. പാരാസ് ഡിഫൻസ് സെക്ടറിലുള്ള കമ്പനിയാണ്, നമുക്കറിയാം. അവർ ടാങ്ക് ഡ്രൈവർ നൈറ്റ് സൈറ്റ് പുതിയ ഒരു ടെക്നോളജിയിൽ തന്നെ ഇവർ കൊണ്ടുവരികയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. സൈഡെഫ് ലൈസൻസ് കമ്പനി
പുതിയ ഒരു മെഡിസിന് അംഗീകാരം ലഭിച്ചു. DC ഇൻഫോടെക് കമ്പനി ഇവർ സൺഫോർ ടെക്നോളജിയായിട്ട് ഒരു പുതിയ സൈബർ സെക്യൂരിറ്റി കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. TCS കമ്പനി ആൾഡി സൗത്ത് എന്ന് പറയുന്ന ഒരു കമ്പനിയായിട്ട് പുതിയ AI ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. എഞ്ചിനീയേഴ്സ് ഇന്ത്യ കമ്പനി ഇവർ റിഫൈനറി കപ്പാസിറ്റി എല്ലാം തന്നെ ഉയർത്തുകയാണ്. 65,000 മെട്രിക് ടണ്ണിലേക്കാണ് പ്രതിദിനം ഇവരുടെ കപ്പാസിറ്റി ഉയർത്തുന്നത്. ഇൻഫോസിസ് JP മോർഗൻ അപ്ഗ്രേഡ് ചെയ്തു. സൺഫാർമ പുതിയ മെഡിസിന് ഡ്രഗ് അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചു എന്നുള്ള ന്യൂസാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത്. ഇപ്പോൾ US കഴിഞ്ഞ ദിവസം NVIDIA ഫോളോ ചെയ്തതിൽ കൂടി നമ്മൾ കണ്ടിരുന്നു മറ്റുള്ള എല്ലാ ടെക്നോളജി കമ്പനീസും പോസിറ്റീവിൽ റിയാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ HP എന്ന് പറയുന്ന കമ്പനി അവരെല്ലാം തന്നെ ലേ ഓഫുകളെല്ലാം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ AI ഒരു ബബിളാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇപ്പോൾ നമുക്കറിയാം എല്ലാ മേഖലയിലും AI ശക്തമായ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അപ്പോൾ അതൊരു ബബിളൊന്നും അല്ല. ആ ഒരു മേഖലയിൽ വലിയ തോതിൽ ഇൻവെസ്റ്റ്മെൻറ്റും വരുന്നുണ്ട്. പക്ഷേ കുറച്ച് ഓവർ ഹൈപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ചൈന എല്ലാം തന്നെ അത്ര ഓവർ ഹൈപ്പ് ഇല്ലാതെ തന്നെ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ AI എല്ലാം തന്നെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കണ്ടുപിടുത്തം ചൈനീസ് നടത്തി. അപ്പോൾ അതാണ് ഒരു ചെറിയൊരു ഭംഗം വന്നിരുന്നത്. പക്ഷേ വീണ്ടും അത് ബാക്ക് ടു നോർമൽ എന്ന രീതിയിലാണ് ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിലെല്ലാം തന്നെ റിയാക്ട് ചെയ്യപ്പെടുന്നത്. നിഫ്റ്റി ഇനി ഒരു 26,000 താഴെ പോകില്ല എന്ന് പ്രതീക്ഷയോടെ നമുക്ക് മുന്നേറാം മാർക്കറ്റിൽ. പക്ഷേ കോഷ്യസ് ആയിരിക്കുക, കാരണം നിഫ്റ്റി ഓൾ ടൈം ഹൈ ആണ്. ഫർദർ റെസിസ്റ്റൻസ് സോണുകളില്ല. നമുക്ക് പറയാൻ പറ്റുന്നത് റൗണ്ട് ഫിഗറുകളാണ്. അതായത് 26,500, 750, 800, 850 എന്ന റേഞ്ചുകളൊക്കെ നമുക്ക് OAയുടെ അടിസ്ഥാനത്തിൽ പറയാൻ പറ്റുമെന്നല്ലാതെ ഹിസ്റ്റോറിക്കലി ഡേറ്റ നമുക്ക് അൺഅവൈലബിൾ ആണ്. അത് മാത്രം മനസ്സിൽ വെച്ച് പുലർത്തുക. അപ്പോൾ താങ്ക് യു ഓൾ. രാവിലെ നമുക്ക് പ്രീ മാർക്കറ്റ് സെക്ഷനിൽ കാണാം. താങ്ക് യു.